പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോക ഫുട്ബോളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ലോകമെങ്ങും ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നതും ഈ ഫുട്ബോളാണ്. കേരളം ഭയങ്കര ആവേശത്തിലാണ്. പല ജില്ലകളും പേര് ഞാൻ പറയാം. 48 രാജ്യങ്ങളാണ് ഇതിൽ സംബന്ധിക്കുന്നത്. ആദ്യമായിട്ടാണ് 48 രാജ്യങ്ങൾ സംബന്ധിക്കുന്നത്. അതോടൊപ്പം ഇതിനകത്ത് കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ് 3 സ്ഥലങ്ങളിലാണത് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം. പിന്നീട് എല്ലാവർക്കും, അതായത് ഈ 48 രാജ്യങ്ങളിലെ ആളുകൾക്കും, കളിക്കാർക്കും, ആളുകൾക്കും, കാണികളുണ്ടെങ്കിൽ എല്ലാ കളിക്കാർ ആവേശമുണ്ട്, എല്ലാ വിജയാശംസകളും നേരുകയാണ്. ഒരുപാട് നല്ല കളികൾ കാണാൻ ആഗ്രഹിക്കുന്ന, അതായത് വയനാടെന്നോ മലപ്പുറമാണെന്ന് അറിയില്ല, 82 നീളമുള്ള ഫ്ലെക്സൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അവരുടെ ആവേശം നോക്കണം. അതുപോലെ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ LCD സ്ക്രീൻ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. അത് ഇച്ചിരി മാറിയ. അപ്പോൾ ഈ കളി കാണുന്നവർക്കെല്ലാം ഒരുപാട് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഫുട്ബോൾ കളി ആദ്യം കാൽപന്ത് കളിയായിട്ടാണ് തുടങ്ങുന്നത്. അത് കാൽപന്ത് കളി തുടങ്ങുന്നത് BC 3-ാം നൂറ്റാണ്ടിലാണ്. അത് കാജു എന്ന നാമത്തിൽ ചൈനയാണത് തുടങ്ങി വെക്കുന്നത്. പിന്നീട് അത് ഗ്രീസിൽ വന്നു. എപ്പിസ്കിനോസ്, അത് ഗ്രീക്ക് വേർഡ് എന്ന പേരിലാണ് അത് ആ പന്ത് കളി അവിടെ തുടങ്ങിയത്. പിന്നീട് ഇത് കളിച്ചു വന്നത് റോമിലാണ്. റോമാക്കാർ ലാറ്റിൻ പെര ഹർപാസ്റ്റം എന്ന പേരിലാണ് ഇത് സൈനികരുടെ പരിശീലനത്തിന് വേണ്ടി തുടങ്ങിയത്. നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലാണ് പുതിയ നിയമമൊക്കെ വെച്ച് ഉള്ള കളി തുടങ്ങുന്നത്. 1863 ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരണം നടത്തിയിട്ടുണ്ട്. അതൊക്കെ സമഗ്രമായി നിയമങ്ങളും സ്ഥാപിക്കുന്നവിടാണ്. പിന്നീട് ഇംഗ്ലണ്ടിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ആവേശം പകർന്നതിന് വേണ്ടിയായിരുന്നു ഫുട്ബോൾ കളി ശരിയാക്കിയെടുത്തത്. 1863 ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരണം നടക്കുന്നു. അവിടെയാണ് നിയമം ഉണ്ടാകുന്നത്. പിന്നെ 1904 ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ, അതിൻ്റെ രൂപീകരണം നടക്കുന്നു. 1930 ആദ്യത്തെ ഫിഫ ലോകകപ്പ് നടക്കുന്നു. ഉറുഗ്വേയിൽ വെച്ച് നടന്നത്. ഉറുഗ്വേ വെച്ച് നടക്കുമ്പം ഉറുഗ്വേ തന്നെ അവർ ചാമ്പ്യന്മാരായത്. പിന്നെ അതിനകത്ത് നമ്മൾ പങ്കെടുക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. കാലത്തിൻ്റെ ഒരു ഒഴുക്കിൽ ഇതിനെ ലോകപ്രശസ്തമാക്കിയല്ല, ലോകത്തിൻ്റെ ആവേശമാക്കി എടുത്തത് പെലെയും ഡിഗോ മറഡോണയെ പോലുള്ള ആളുകളൊക്കെയാണ്. പിന്നീട് വന്നത് വേറെ ആളുകളുണ്ട്, അതേ പിന്നെ പറഞ്ഞോളാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരാണ് ഈ കളി ഇവിടെ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ക്ലബ്ബ് മോഹൻ ബഗാനാണ്. 1886 അത് സ്ഥാപിതമായിരിക്കുന്നത്. 1940 ഒളിമ്പിക്സിൽ ഇത് ഫുട്ബോൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. 1948 ലണ്ടൻ ഒളിമ്പിക്സിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ട് അതിൽ ഡി അവോ എന്ന് പറയപ്പെടുന്ന ആളാണ് ആ ഒളിമ്പിക്സിൽ ഇറങ്ങുന്നത്. ഇതിൻ്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ നമ്മുടെ ഇന്ത്യക്കാർ പലരും നഗ്നപാതരായിരുന്നു. അവരത് അന്നും ഇന്നും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നു. ഇന്ത്യ ഫ്രാൻസിനോട് പക്ഷേ നന്നായി കളിച്ച തോറ്റ് 2-1 എന്ന നിലയിലാണ് തോറ്റത്. നമുക്ക് കാലിൽ ഷൂ ഇല്ലായിരുന്നെങ്കിലും ഇന്ത്യക്കാരൻ്റെ മനോധൈര്യം ഉണ്ടായിരുന്നു, നമുക്ക് മനസ്സിലാക്കണം. പിന്നെ കോഴിക്കോടാണ്, കേരളത്തിലാണെങ്കിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട്, എറണാകുളം, കൊല്ലം, ആലപ്പുഴ, ട്രിവാൻഡ്രം, പിന്നെ മിക്ക ജില്ലകളിലും ഈ ഫുട്ബോൾ പ്രേമമുണ്ട്. കൊച്ചു ഗ്രൗണ്ടുണ്ടെങ്കിലും സെവൻസ് കളിക്കും, അല്ല 11 കളിക്കും. അങ്ങനെ ആ ഒരു പ്രേമമുണ്ട്. പിന്നെ സന്തോഷ് ട്രോഫിയിൽ കേരളം പല പ്രാവശ്യം മുത്തമിട്ടിട്ടുണ്ട്. ISL കേരളത്തിൻ്റെ സാന്നിധ്യം വളരെ നന്നായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓർക്കുമ്പം ബൈജിങ് ബൂട്ടിയെയും നമ്മുടെ IM വിജയനെയൊക്കെ ഒന്ന് ഓർക്കേണ്ട ആവശ്യമുണ്ട്. അതിനകത്തൊക്കെ കേരളത്തിൻ്റെ നല്ല കളിക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തുള്ളത് മുഹമ്മദ് ജഷീദ്, രാഹുൽ KP, ഇന്ത്യയിലെ സുനിൽ ഛേത്രിയും ഇന്ത്യയിൽ വന്നത്.
ഗുരുപ്രീത് സിന്ധു, സന്ദീഷ് ജൻഹൻ, ഇതൊക്കെ വായിക്കുന്ന പാടും, ഷാഹുൽ അബ്ദുൽ സമദ്, അനിരുദ്ധ് താപ്പ, നോർമാൻ മനീഷ് സിംഗ്, ഇഷാൻ പണ്ഡിറ്റ, വിക്രം പ്രതാപ് സിംഗ്, ഇങ്ങനെ കുറേ പേരെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഓർക്കാനുണ്ട്. ഗേൾസിലും ലോകത്തിൽ ഈ ഫുട്ബോൾ നന്നായിട്ട് കളിക്കുന്നവരുണ്ട്. അതിനകത്ത് ക്യൂൻ ഓഫ് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു മാർട്ട എന്നൊരു വ്യക്തിയാണ്. പിന്നെ അലൻ മോർഗൻ, മിയ ഹമോൻ. ഇന്ത്യയിലാണെങ്കിൽ മനീഷ കല്യാൺ, ബാലദേവി, ആശാലത ദേവി, അങ്ങനെ കുറേ പേര് ഇന്ത്യയിലുണ്ട്. ഇന്ത്യയുടെ പുതിയ കളിക്കാരും ഇന്ത്യയുടെ പുതിയ ടീമും നല്ലൊരു ടീം ഇന്ത്യക്ക് ഗേൾസിൻ്റെ ഭാഗത്തുമുണ്ട്. ഇതിൽ 48 രാജ്യങ്ങൾ പങ്കെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ആ 48 രാജ്യങ്ങളുടെ പേര് വായിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, എങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. 12 ഗ്രൂപ്പിലായിട്ടാണ്. ആകെ 6 കോൺഫെഡറേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. കാനഡ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ് നടത്തുന്ന രാജ്യങ്ങൾ അവർ അത്രയും പേരാണ്. പിന്നെ ഓസ്ട്രേലിയ, ഇറാൻ, ഇറാഖ്, ജപ്പാൻ, ജോർദാൻ, ഖത്തർ, സൗദി അറേബ്യ, സൗത്ത് കൊറിയ, അൾജീരിയ, കബോ വെർഡെ, അതെനിക്കറിവിടെ അവിടെയാണ്, കൊറട്ട, അതും എനിക്കറിവിടെ, തലവേറെ അത് പറഞ്ഞിവിടെ, ഖോൻകോ, ഈജിപ്റ്റ്, കാന, മൊറോക്കോ, സൈനഗിൽ, സൗത്ത് ആഫ്രിക്ക, ടുണീഷ്യ, ഉസ്ബെക്കിസ്ഥാൻ, കൊറേഷ്യ, ഹെയ്ത്തി, പനാമ, അർജൻറ്റീന, ബ്രസീൽ, കൊളംബിയ, ഇക്വഡോർ, പരാഗ്വേ, ഉറുഗ്വേ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ബെൽജിയം, എസർഗോവിന, കൊറേഷ്യ നേരത്തെ പറഞ്ഞിരുന്നുണ്ട്. ഓക്കെ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്, നോർവേ, പോർച്ചുഗൽ, സ്കോട്ട്ലൻഡ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, ടർക്കി, സെസ്കേനിയ, ഇങ്ങനെ ഇങ്ങനെ 48 രാജ്യങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ന് കാണാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ നന്നായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമാണ്. ഇനി നമ്മൾ ഇന്നത്തെ ലോക പ്രശസ്തരായ കളിക്കാരെ നോക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് അർജൻറ്റീനയുടെ വസ്ത്രധാരികളെയും ബ്രസീലിൻ്റെ വസ്ത്രധാരികളെയും, ഇത് രണ്ടിലാണ് നമ്മുടെ കാണുന്നത് ഉടക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ചിന്തിച്ചോ, അർജൻറ്റീന വരത്തില്ല ഞാൻ പറഞ്ഞില്ല. എനിക്ക് മെസ്സിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കഴിഞ്ഞ പോലെ നന്നായിട്ട് വലിയ സ്പീഡിൽ കളിച്ച ജർമ്മൻകാരുണ്ടല്ലോ, കലീലംബാബെ. അപ്പോൾ അത് മാത്രമല്ല, ഈ പ്രാവശ്യം വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോളിമാരുണ്ട്, വളരെ ടാലൻ്റായിട്ട് കളിക്കുന്ന നല്ല കളിക്കാരുണ്ട്. ഇനി എനിക്കൊരു അപേക്ഷകൾ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. പല കാര്യങ്ങളിൽ ശക്തി എന്തുവാ, ഏറ്റവും കൂടുതൽ ജനമുള്ളത് നമ്മളാണ്. പക്ഷെ നമ്മുടെ ഒരു ടീമിന് ഈ ആധുനിക കാലത്ത് ഇപ്പോൾ ഒരു ഷൂ വാങ്ങിക്കാനുള്ള പാടുന്നില്ല. ഈ ആധുനിക കാലത്ത് നമ്മുടെ കുട്ടികൾക്കാർക്കും വരാൻ സാധിക്കുന്നില്ല. സ്വിമ്മിങ്ങിന് ഓസ്ട്രേലിയയും അമേരിക്കയും തോൽപ്പിക്കാൻ ഒക്കില്ല, പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നമ്മളാകപ്പാടെ കയറി വന്നേക്കുന്നത് ക്രിക്കറ്റിലും പിന്നെ ഹോക്കിയിലുമാണ്. അതുകൊണ്ട് ഈ അടുത്ത കൊല്ലമെങ്കിലും ഈ ഫുട്ബോളൊക്കെ പരിശീലിപ്പിക്കുന്നവരോടൊക്കെ പറയുക, കുട്ടികളെ നന്നായിട്ട് തിരുവനന്തപുരത്തൊക്കെ നല്ല ക്ലബ്ബുണ്ട്, വടക്കൻ മലബാർ സൈഡിലുണ്ട്, കോഴിക്കോടുണ്ട്, എല്ലായിടവും ഉണ്ട്. അപ്പം അവിടെ കുറേ കുട്ടികളെ ഒന്ന് പരിശീലിപ്പിച്ച് നല്ല സ്പീഡിൽ ഓടിക്കുക. ഒന്നാമത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരു 10-18 വയസ്സാകുമ്പോഴത്തേക്ക് ഈ സബ്സ്റ്റൻസൊക്കെ എടുത്ത് പിന്നെ മദ്യത്തിൽ വരുമെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റി ഒക്കെ അറിയും. കാരണം ഇത് ഒരു മണിക്കൂർ കളിച്ചാൽ പോരാല്ലോ, 90 മിനിറ്റ് കളിക്കണ്ടേ. അപ്പം അത്രയും സമയം കളിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഫിസിക്കൽ കപ്പാസിറ്റി വേണം. അപ്പോൾ അങ്ങനെ കപ്പാസിറ്റിയുള്ള ഒരു കൂട്ടം നല്ല കളിക്കാരുണ്ടാവട്ടെ. മെസ്സിയെ കണ്ട് സന്തോഷിക്കുക, ഖലീലിനെ കണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യുക. കുറേശ്ശിയുടെ നല്ല കളിക്കാരുണ്ട്. ഇറാൻ്റെ കളി ഒട്ടും മോശമല്ല ഈ കൊല്ലം. ജപ്പാൻ തീരെ മോശമല്ല. ഇന്ന് ബ്രസീലിൻ്റെ എങ്ങാണ്ട് പതാക എടുത്ത് കൊല്ലത്ത് കിട്ടിയപ്പോഴേ എന്തൊരു മണ്ണന്മാര. അത് ഒരു കൂട്ടം ആളുകൾ ഇത് പാകിസ്ഥാൻ്റെ പതാക എന്ന് പറഞ്ഞ പിള്ളേരെ കൊണ്ട് അഴിപ്പിച്ച്.
ബ്രസീലിൻ്റെ പതാകയ്ക്കകത്ത് ആ പതാക പച്ചയാണ്, നടുക്കൊരു റൗണ്ടുണ്ട്, മഞ്ഞയ്ക്കകത്ത് റൗണ്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഫുട്ബോളിനകത്തൊന്നും രാജ്യവും മതമൊന്നും എല്ലാം നോക്കണ്ട. ഇതൊരു ടീം സ്പിരിറ്റാണ്, ഒരു ടീം സ്പിരിറ്റാണ്. ഏത് രാജ്യവും കളിക്കട്ടെ. അപ്പോൾ ഈ കളിക്കുന്ന എല്ലാ രാജ്യക്കാർക്കും എൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ, ആശംസകൾ. നന്നായി കളിക്കട്ടെ, നല്ല കാണികളാകട്ടെ, നന്നായിട്ട് എൻജോയ് ചെയ്യാം. എൻജോയ് വെൽ. ഓക്കെ, താങ്ക് യു. ജോൺസൺ കയറും.